ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു അടിപൊളി പെപ്പർ ചിക്കൻ ഉണ്ടാക്കാൻ പോവുകയാണ്. വളരെ സിമ്പിളായിട്ട് കുറച്ച് മസാലകൾ മാത്രം യൂസ് ചെയ്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു പെപ്പർ ചിക്കനാണ്. എന്നാൽ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. തനി നാടൻ സ്റ്റൈലിലാണ് പെപ്പർ ചിക്കൻ പ്ലാൻ ചെയ്യണമെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും സൺഫ്ലവർ ഓയിൽ ആയാലും മതി. ഇനി അത് ചൂടായിട്ട് വരുമ്പോൾ 2 ചെറിയ കഷ്ണം പട്ടയും 3 കറിയാമ്പും കൂടി ഇട്ട് അതിനെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി അതിലോട്ട് പൊടിയായിട്ട് അരിഞ്ഞ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി, വെളുത്തുള്ളി, 3 പച്ചമുളകും ചേർത്ത് അതിൻ്റെ പച്ചപ്പൊന്ന് മാറ്റിയെടുക്കാം. അടുത്തതായി 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് മീഡിയം ഫ്ലെയിമിൽ അതിനെ ഒന്ന് മൊരിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടി പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും. അതേപോലെ കറിവേപ്പിലയുടെ ഫ്ലേവർ നന്നായിട്ട് പുറത്തോട്ട് വരുന്ന സമയത്ത് നന്നായിട്ട് കഴുകി വാരി വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കനും കൂടി ചേർത്ത് കൊടുത്ത് അതിനാവശ്യത്തിനുള്ള ഉപ്പും ചെറിയ തരിയോടുകൂടി പൊടിച്ചു വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂണോളം വരുന്ന കുരുമുളക് പൊടിയോടി ചേർത്ത് നന്നായിട്ട് അതിനൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. അടുത്തതായി ചിക്കനിൽ നിന്നും വെള്ളം നന്നായിട്ട് പുറത്തോട്ട് ഇറങ്ങി ആ വെള്ളത്തിൽ നമ്മുടെ ചിക്കൻ നന്നായിട്ട് കുക്കാവണം. അതിനുവേണ്ടി 2 മിനിറ്റോളം ഇതിനൊന്ന് മൂടി വെച്ച് വേവിക്കാം. അങ്ങനെ ചിക്കനിൽ നിന്നും നന്നായിട്ട് വെള്ളം പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് ചിക്കൻ കുക്കായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിനെ തുറന്ന് വെച്ച് ഒന്ന് ഇളക്കി ബാക്കിയുള്ള വെള്ളവും കൂടി വറ്റിച്ചെടുക്കാം. ഇനി ഈ ചിക്കനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുവാണ്. ഇനി അതേ പാനിലോട്ട് 1 ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ഒഴിച്ച് ആവശ്യത്തിനുള്ള സവാളയും കൂടി ചേർത്ത് നന്നായിട്ട് അതിനൊന്ന് മൊരിച്ചെടുക്കാൻ പോവുകയാണ്. സവാള നന്നായിട്ട് മൊരിഞ്ഞു വരുന്ന സമയത്ത് 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് അതിനെ ഒന്ന് മൊരിച്ചെടുക്കാം. ഇനി അതിലോട്ട് ഒരു വലിയ തക്കാളി സ്ലൈസായിട്ട് അരിഞ്ഞതും കുറച്ചധികം മല്ലി ഇലയും കൂടി ചേർത്ത് നന്നായിട്ട് അതിനെ ഒന്ന് വാട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ പെപ്പർ ചിക്കനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മസാലയോടുകൂടി ചിക്കനെ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് ഇതേപോലെ ഇളക്കി നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് ഒരു വലിയ തക്കാളി സ്ക്വയറായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ആ ചിക്കനും മസാലയോട്ട് ചേർന്ന് നന്നായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. ഇനി അതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുവാണ്. ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയ കഷ്ണം ബട്ടറും കൂടി ഇതിൻ്റെ സെൻറ്ററിലിട്ട് നമുക്കിതിനൊന്ന് മൂടി വെച്ചിട്ട് വേണം ഇത് ഓഫ് ചെയ്യാനായിട്ട്. അതങ്ങനെ ഇരുന്ന് മെൽറ്റായി കഴിയുമ്പോൾ ഈ ഒരു പെപ്പർ ചിക്കൻ ഒരു പ്രത്യേക ഒരു ഫ്ലേവറും ടേസ്റ്റും വരും. അങ്ങനെ വളരെ കുറച്ച് മാത്രം മസാല ഉപയോഗിച്ച് ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പെപ്പർ ചിക്കനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമൻറ്റുകൾ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.